ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ആകാശവാണി, നമ്മുടെ സ്വന്തം റേഡിയോ നിലയം. കൂട്ടുകാരെ, പണ്ടേ നമ്മുടെ വീട്ടിലിരുന്ന് ദൂരെയുള്ള വിശേഷങ്ങൾ അറിയാനും പാട്ട് കേൾക്കാനും കഥകൾ കേൾക്കാനും സഹായിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് ആകാശവാണി. ഇപ്പോൾ നമുക്ക് ടിവിയും മൊബൈൽ ഫോണും എല്ലാം ഉള്ളതുകൊണ്ട് റേഡിയോയെക്കുറിച്ച് അത്രയധികം അറിയാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയും കുട്ടിക്കാലത്ത് ആകാശവാണി അവർക്ക് വലിയൊരു കുട്ടിയായിരുന്നു. എന്താണ് ആകാശവാണി? ആകാശവാണി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ റേഡിയോ നിലയമാണ്. ആകാശവാണി എന്ന വാക്കിന് ആകാശത്ത് നിന്നുള്ള ശബ്ദം എന്നാണ് അർത്ഥം. റേഡിയോയിലൂടെ പാട്ടുകൾ, വാർത്തകൾ, കഥകൾ, നാടകങ്ങൾ, കൃഷിക്കാർക്കുള്ള വിവരങ്ങൾ, കുട്ടികൾക്കുള്ള പരിപാടികൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ തുടക്കം ഒരു പഴയകാല കഥ. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത് ഏകദേശം 100 വർഷം മുൻപാണ്. 1927 മുംബൈയിലും കൊൽക്കത്തയിലുമായിരുന്നു ആദ്യത്തെ റേഡിയോ നിലയങ്ങൾ വന്നത്. പിന്നീട് 1936 ഇതിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് മാറ്റി. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1957 നമ്മൾ അതിന് ആകാശവാണി എന്ന മനോഹരമായ പേര് നൽകിയത്. പണ്ട് കാലത്ത് വാർത്തകൾ അറിയാനും പുതിയ പാട്ടുകൾ കേൾക്കാനും ആളുകൾ റേഡിയോയുടെ മുന്നിൽ കാത്തിരിക്കുമായിരുന്നു. വൈദ്യുതിയില്ലാത്ത വീടുകളിൽ ബാറ്ററി ഉപയോഗിച്ചാണ് റേഡിയോ പ്രവർത്തിപ്പിച്ചിരുന്നത്. ആകാശവാണി എന്തിനാണ്? വിവരങ്ങൾ നൽകാൻ. നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാലാവസ്ഥാ വിവരങ്ങൾ, പുതിയ സർക്കാർ തീരുമാനങ്ങൾ തുടങ്ങിയവയെല്ലാം റേഡിയോയിലൂടെ അറിയാൻ സാധിക്കും. ടിവിയിലും പത്രങ്ങളിലുമെല്ലാം വരുന്നതിന് മുൻപേ റേഡിയോയിലൂടെ വിവരങ്ങൾ കിട്ടുമായിരുന്നു. വിനോദം നൽകാൻ മനോഹരമായ പാട്ടുകൾ, രസകരമായ നാടകങ്ങൾ, ചിരിപ്പിക്കുന്ന കോമഡി പരിപാടികൾ എന്നിവയെല്ലാം ആകാശവാണിയിലുണ്ടാകും. പഠിക്കാൻ സഹായിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പാഠങ്ങൾ, ക്ലാസുകൾ, കൃഷിക്കാർക്ക് കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആരോഗ്യപരമായ അറിവുകൾ എന്നിവയെല്ലാം റേഡിയോയിലൂടെ നൽകിയിരുന്നു. ഇത് ഒരു വലിയ വിദ്യാലയം പോലെയായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെ സഹായിക്കാൻ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയ സമയങ്ങളിൽ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകാനും ആകാശവാണി വലിയ സഹായമായിരുന്നു. കാരണം അപ്പോൾ ടി വി പോലുള്ള മറ്റു മാർഗങ്ങൾ പ്രവർത്തിക്കാതെ വരാം. ഇപ്പോൾ ആകാശവാണി എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ടിവിയും യൂട്യൂബും എല്ലാമാണ് കൂടുതലായി കാണുന്നത്. പോരാത്തതിന് OTT വന്നല്ലോ. OTT സിനിമ കാണുന്നതും വെബ് സീരീസ് കാണുന്നതുമാണ് ഇപ്പോൾ പലർക്കും കൂടുതലായി കാണുന്ന ശീലം. എങ്കിലും ആകാശവാണി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയും എല്ലാം ഇപ്പോഴും ആകാശവാണി പരിപാടികൾ കേൾക്കാൻ സാധിക്കും. ദൂരഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിൽ റേഡിയോ ഇപ്പോഴും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശവാണി എന്നത് വെറും ഒരു പഴയ റേഡിയോ നിലയമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാന ഭാഗം കൂടിയാണ്. കൂട്ടുകാർക്ക് എപ്പോഴെങ്കിലും ഒരു പഴയ റേഡിയോ കാണാൻ കിട്ടുകയാണെങ്കിൽ അതൊന്ന് പ്രവർത്തിപ്പിച്ച് ആകാശവാണി കേട്ടു നോക്കുന്നത് ഒരു പുതിയ അനുഭവമായിരിക്കും. അഥവാ റേഡിയോ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മൊബൈൽ ഫോൺ ഉണ്ടാവുമല്ലോ. അതിൽ ആകാശവാണി അല്ലെങ്കിൽ AIRൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ റേഡിയോ നിലയങ്ങളും ഒന്ന് കേൾക്കുവാൻ ശ്രമിക്കുക. കേട്ട് നിങ്ങളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. കാരണം ശ്രവണസുഖം ഒന്ന് വേറെ തന്നെയാണ്. ദൃശ്യസുഖത്തേക്കാൾ നല്ലതാണ് ശ്രവണസുഖം. അപ്പോൾ കൂടുതൽ ആകാശവാണി കേൾക്കുക. അടുത്ത ലക്കത്തിൽ നമ്മൾ കാണുന്നത് വരെ കൂട്ടുകാരെല്ലാം ആകാശവാണി കൂടുതലായി ശ്രവിക്കുവാൻ ശ്രമിക്കുക. എന്നാ പോട്ടെ.